ഇപ്പഴെന്താ ഓഫ് ചെയ്ത്? ഞാൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വേദികളിൽ പ്രേക്ഷകർ ആവശ്യപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ള ഡയലോഗും ഈ ലൂസിഫറിലെ തന്നെ ആയിരിക്കും. എനിക്ക് മുൻകൊടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം, വേണ്ടി വന്നാൽ നല്ല രണ്ട് തെറി പറയാനും അറിയാം. ലൂസിഫറിൽ ലാലേട്ടനായിട്ടൊരു കോമ്പിനേഷൻ സീൻ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ സിനിമയിൽ ഞങ്ങൾക്കൊരു കോമ്പിനേഷൻ സീനുണ്ട്. മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമയായ എമ്പുരാൻ എത്തുമ്പോൾ അതിൽ മുരുകൻ എന്ന കഥാപാത്രമായി ഒരു മര്യാദയോടുകൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇത്രയും നാൾ അപ്പുറത്ത് നിന്ന് ഒറ്റിയപ്പോ നിനക്ക് തോന്നിയില്ലടേ ഇപ്പുറത്ത് ഒരുത്തൻ കാണുമെന്ന്? ഒരു മര്യാദ വേണ്ടേ? നമ്മളിൽ പലർക്കും ഒരു തോന്നലുണ്ടാവും, ഇങ്ങനെയുള്ള പല ആൾക്കാർക്കും ലോകം നമ്മുടെ വിരൽത്തുമ്പിലാണ് എന്നൊരു തോന്നൽ പലപ്പോഴും ഉണ്ടാവും. ഖുറൈശി അബ്രാം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക്. ഹോ ജായേഗാ ഭായിജാൻ. ലൂസിഫറിന്റെ ആദ്യ ഭാഗം അവസാനിക്കുമ്പോൾ ഖുറൈശി അബ്രാം എന്ന് പറയുന്ന ഈ അണ്ടർവേൾഡ് മെഗാ സിൻഡിക്കേറ്റിനെ ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന, അവരെ തൊടാൻ കഴിയുന്ന അത്രമാത്രം ശക്തിയുള്ള മറ്റൊരു ഫോഴ്സ് ഈ ലോകത്തിൽ ഇല്ല എന്ന ധാരണയിലാണ് നമ്മൾ ആ സിനിമ കണ്ടു പിരിയുന്നത്. ആ ധാരണ ശരിക്കും സത്യമായിരുന്നു. Or was it a misplaced assumption? ആ വ്യാളി പ്രിന്റിന്റെ ഷർട്ട് ഇട്ടുള്ള ആളില്ലേ, അതൊരു കവചം മാത്രമാണ്. അവിടെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഞെട്ടാനുള്ള മറ്റു പല സംഭവങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും ഞെട്ടാ റെഡി ആയിക്കോ ഉണ്ടാവും. വരുന്ന മാർച്ച് 27 എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ആ വരവിനായി കാത്തിരിക്കൂ. ഞാനും കാത്തിരിക്കുകയാണ്. 27 മുതൽ എമ്പുരാൻ സംസാരിക്കട്ടെ. മാർച്ച് 27 എമ്പുരാൻ.